ഇല്ലാതെ ഒരേപോലെ അതിന് ജനനവും മരണവും ഇല്ലാതെ എല്ലാ കാലത്തും അണ്ടർലൈങ് ആയിട്ട് ഈ അസ്തിത്വത്തിനൊക്കെ അണ്ടർലൈങ് ആയിട്ടുള്ള കാര്യമാണ് സത്യം എന്ന വാക്ക്. പിന്നെ ഋതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലര് പറഞ്ഞിട്ടുള്ളതാണ്, അതിന് അനുസരിച്ചിട്ടുള്ള ലോകത്തിന്റെ ചിലര് പറയേണ്ടത് ഇംഗ്ലീഷിലെ RHYTHM ഋതം, ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെ ആ താളം. അതും ഇതുപോലെ തന്നെ ഈ സത്യത്തിനെ ബേസ് ചെയ്തിട്ട് കൊണ്ടുള്ള പ്രപഞ്ച ഗമനം എന്നാണ് ചിലര് വ്യാഖ്യാനിച്ചുള്ളത്. ആയിരിക്കാം. ഈ രണ്ടാണ് എന്നുള്ളത് റഫലി ആൾക്കാർ പറയേണ്ട സത്യം, ട്രൂത്ത്, ഋതം, ട്രൂത്ത് എന്ന് വെച്ചാൽ പറയണവരുണ്ട്. പക്ഷെ അത് ഋഗ്വേദത്തിലെ ഈ ഞാൻ പറഞ്ഞല്ലോ, ഓരോ അറിവ് എന്നുള്ളതിന് ഒരു 6 or 7 വാക്കുണ്ട്. അറിവ് എന്നുള്ളതിനും ഒരു 6, 7, 8 കഷ്ടിച്ചു 10 വാക്കുണ്ട് ഋഗ്വേദത്തിൽ ഉപയോഗിക്കണം. അതേപോലെ സത്യം, ഋതം വെവ്വേറെ തന്നെയായിട്ടാണ് ഋഗ്വേദത്തിൽ ഉപയോഗിക്കുന്നത്. കാരണം സത്യവും ഋതവും വെവ്വേറെ പറയണ്ട ഒരേ ഋക്കിൽ തന്നെ. അപ്പൊ അത് വ്യത്യാസമാണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ സത്യവും ഋതവും തമ്മിലുള്ള ഒരു വ്യാഖ്യാനം ഞാൻ കേട്ടിട്ടുള്ളത്. ഇനി താങ്കൾ വേറെ വല്ലതും കേട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ അത് വല്ലതും കേട്ടിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാൻ എനിക്കും കൗതൂഹലം. പറഞ്ഞോളൂ, വല്ലതും കേട്ടിട്ടുണ്ടെങ്കിൽ. ഇല്ല എനിക്കറിയില്ല, അറിയാത്തോണ്ട് ചോദിച്ചതാ. ഇതിപ്പോ ഇദ്ദേഹമാണൊക്കെ പറയണേ. ഞാൻ ഈ ഋതം എന്നുള്ളതിന്റെ ഒരു കേട്ടത് ഈ നൊച്ചൂർ വെങ്കട്ടരാമനാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ഏകദേശം ഒരു രൂപമാണ് എന്നാ എന്റെ ഓർമ്മ. ഞാൻ വെങ്കട്ടരാമൻ പറഞ്ഞത് ഈ ഋതം എന്നുള്ളത് അദ്ദേഹം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ലോക പ്രപഞ്ചഗതിയുടെ ഒരു താളം എന്നാണ്. അത് എന്നും ഒരു താളം നടക്കുന്നുണ്ട്, അതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സത്യം ഋതം രണ്ടും വേറെയാണ് ഋഗ്വേദത്തിലെ. കാരണം രണ്ടും ഒരുമിച്ച് വരണ ഋതഞ്ച സത്യഞ്ച, അതിനെ പലർക്കും കേട്ടിട്ടുണ്ടാവും അഘമരിഷണ സൂക്തത്തില്. ഋതഞ്ച സത്യഞ്ചാഭീതാൽ തപസോ ജയായത എന്ന് പറയുന്നല്ലോ. മറ്റേ പ്രപഞ്ച സൃഷ്ടാവിന്റെ തപസ്സിൽ നിന്ന് ഋതവും സത്യവും അഭീതാൽ തപസ, വളരെ ഗംഭീരമായുള്ള തപസ്സിൽ നിന്ന് ഋതവും സത്യവും ഉണ്ടായി എന്ന് പറയുന്നത്. ഋതം പിബന്ധം എന്നൊരു ഋക്കുണ്ടോ? ഋതം പിബന്ധോ അമൃതമേവൈ. അത് ഒരു ഋതാന്ന് കുറെ വരണ ഒരു പാട്ടാണ്. ഋതം പിബന്ധോ അമൃതമേവൈ, ഋതസ്യ പ്രേഷ, ഋതസ്യ ധീതി. പിന്നെ പല ദിക്കിലും ഋതം എന്ന് പലവരുണ്ട്. അതായത് ഋതസ്യ ഹി ശുരുധസന്ധി പൂർവി, ഋതസ്യ ധീതിർ വൃജിനാനി ഹന്തി. ഋതത്തിന്റെ ആ ധീതി, അറിവ്, വൃജിനാനി വളഞ്ഞ വഴികളിലൊക്കെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നത്. ഋതസ്യ ശ്ലോകോ ബധിരാ തതർജ. അതിന്റെ വ്യാഖ്യാനമൊക്കെ എന്താ വ്യാഖ്യാനിക്കേണ്ടതെന്നൊക്കെ നമുക്ക് പറയണില്ല. പക്ഷെ ഇത് മന്ത്രമുണ്ട്. ഋതസ്യ ശ്ലോകോ ബധിരാ തതർജ കർണാ ബുധാന ശുചമാന ആയോ. ഋതസ്യ ദൃഢാ ധരുണാനി സന്ധി പുരൂണി ചന്ദ്ര വപുഷേ വപുംഷി. ഋതേന ദീർഘമിഷണന്ത വൃക്ഷ, ഋതേന ഗാവ ഋതമാവിവേശു. അങ്ങനെ ഋതം യേമാന ഋതമിൽ വദന്തി. ഋതസ്യ സുഷ്മ തുരയാ ഗവ്യോ. ഋതായ പൃഥ്വി ബഹുലേ ഗഭീരേ, ഋതായ ധേനു പരമേ ദുഹാതെ. അങ്ങനെ ഒരുപക്ഷെ അത് കംപ്ലീറ്റ് അതിന്റെ വ്യാഖ്യാനത്തെ പറ്റി നമ്മൾ ആലോചിക്കാൻ തുടങ്ങിയാൽ ചില ക്ലൂ കിട്ടുമായിരിക്കും. അപ്പൊ ഋതം എന്നുള്ളത് അവിടെ 3 ഋക്കില്, അതായത് 6 തവണയൊക്കെ വരുന്നുണ്ട്. പിന്നെ വൃത്തിയുണ്ട്. ഋതം പിബന്ധോ എന്നല്ല, ഋതം സപന്തോ അമൃതമേവൈ. പിന്നെ വരുന്നത് ഋതസ്യ പ്രേഷ, ഋതസ്യ ഭീതി, അതും അതിൽ വരേണ്ടതാണ്. അതെവിടുന്ന കിട്ടിയേ? ഇത് ഋതം പിബന്ധ എന്നും കൂടി ഉണ്ടാവും ചിലപ്പോ.
വേറെ എവിടെങ്കിലും ഉണ്ടാവും. ഇവിടെ ഋതം സപന്തോ അമൃതമേവൈ എന്നുള്ളതാണ്. ഋതസ്യ യോനവും നോക്കിണ്ട്, ആ ഋതത്തിന്റെ പ്രഭവസ്ഥാനം ഋതസ്യ യോനവും അവിടെ വരുമ്പോ ഋതം എന്നത് വളരെ അധികം ഒരു പവർഫുൾ വേർഡാണ്. വളരെയധികം ടെക്നിക്കലായിട്ടും ധാരാളം ഇഷ്ടംപോലെ വരുന്ന ഒരു വാക്കാണ് ഋതം എന്നുള്ളത്. സത്യം എന്നുള്ളതും വരുന്നുണ്ട്. സത്യേനോത്തപിത വേലിയത്തിനുള്ളോ സത്യേനോത്തപിത, അതിലും ഋതം സത്യം വേറെ വരുന്നുണ്ട്. സത്യേനോത്തപിത ഭൂമി സത്യേനോത്തപിതാദ്യൗ ഋതേന ആദിത്യാസ്തിഷ്ഠന്തി ദിവി സോമോ അധിശ്രിത. അവിടെ സത്യവും ഋതവും വേറെ തന്നെ പറയുന്നുണ്ട്.